അങ്ങനെ നമ്മൾ ഓണാഘോഷത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. തിരുവോണ ദിവസമാണ്. അമ്മ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ആഘോഷ ദിവസങ്ങളിൽ മാത്രമല്ല കേട്ടോ, എന്നും രാവിലെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങാറുള്ളൂ. അതാകുമ്പോൾ മനസ്സിനൊരു ഫ്രഷ് എനർജി കിട്ടുകയും ചെയ്യും. അങ്ങനെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഇനി വേണ്ടതാണ് നമ്മൾ പൂക്കളം ഇടാനുള്ളത്. രാവിലെ തന്നെ പൂക്കളം ഇടണം. നോക്കിയപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് പുലർന്ന് വന്നു, ചെറിയൊരു വെളിച്ചമൊക്കെ വന്നപ്പോൾ നമ്മൾ പൂവിടാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇന്നലെ ഇട്ട പൂ ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ജാനിക്കുട്ടി ഓൾറെഡി അതിനൊക്കെ കുറച്ചൊക്കെ അലങ്കോലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാനങ്ങനെ ഒരുപാട് നന്നായിട്ട് പൂക്കളിടുന്ന ആളൊന്നുമല്ല. പക്ഷേ എന്നാൽ കഴിയുന്ന വിധത്തിൽ അത്യാവശ്യം കുറച്ച് ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും അത് തന്നെയാണ്. പൂക്കളൊക്കെ നന്നാക്കുന്നുണ്ട്. ജാനിക്കുട്ടി എന്ത് പൂക്കളിടാനായിട്ട് കൂടുന്നുണ്ട്. അവളാണ് പൂക്കളൊക്കെ അത്യാവശ്യം നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. ജാനിക്കുട്ടിയാണ് പൂക്കളിടാനൊക്കെ കൂടുതലായിട്ട് നോക്കുന്നത്. അവൾ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൂക്കളൊക്കെ അവൾ പറിക്കാനായിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ട്. അവിടെ അപ്പുറത്ത് ഇതാ അവിടെ നോക്ക് 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 കാണുന്ന അവിടെ പോയി വരച്ചോ. ഉണ്ണിയെ എങ്ങോട്ടോക്കാ? കാറിൽ വരക്കല്ലേട്ടാ. അമ്മ കളിക്കാൻ പറ്റണ്ട. നോക്ക് അങ്ങനെ നമ്മുടെ പൂക്കളൊക്കെ ഇതേ ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുക്കളയിലാണെങ്കിൽ ഗംഭീര സദ്യ ഒരുക്കത്തിൻ്റെ തിരക്കുകളാണ്. അച്ഛനും അമ്മയും വല്യമ്മയും വല്യച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇത്തവണത്തെ ആഘോഷം എൻ്റെ വീട്ടിലായിക്കോളാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ അച്ഛനും അമ്മയും വല്യച്ഛനും വല്യമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ജാനിക്കുട്ടിനെ വേഗം കുളിപ്പിക്കുകയൊക്കെ കഴിഞ്ഞ് ഇതേ അവളുടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. പട്ടുപ്പാവാടയാണ് അവൾക്ക് ഇത്തവണത്തെ അവളുടെ ഓണാഘോഷത്തിന് അവൾക്ക് പട്ടുപ്പാവാട മതി നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് പട്ടുപ്പാവാടയാണ് മേടിച്ചു കൊടുത്തത്. അതൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര കളിയൊക്കെയാണ്. സന്തോഷം കൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി. ഫോട്ടോ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും കാര്യമായിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടെന്ന് പറഞ്ഞിട്ട് വല്യച്ഛൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി. അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഏകദേശം എന്തൊക്കെയോ അവളെ പറ്റിയിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഓരോരോ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. കാണുന്നില്ലല്ലോ. റെഡിയാണല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ അവളിതേ വല്യച്ഛൻ്റെ മതിലിൻ്റെ പുറത്തൊക്കെ കയറിയിരുന്ന് പോകുന്ന വണ്ടികളും അതുപോലെ തന്നെ അവിടെ ഒരു ആന നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആനയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്കത് ഭയങ്കര സന്തോഷമായി ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ എല്ലാവരുടെ കൂടെ നിന്നപ്പം. പിന്നെ അവൾക്ക് നേരത്തെ വിശക്കല്ലെന്ന് കരുതി നമ്മൾ നേരത്തെ തന്നെ സദ്യ വിളമ്പി. അപ്പോൾ അവൾക്ക് കൂട്ടായിട്ട് വല്യച്ഛനാണ് ഇരുന്നത്. അപ്പോൾ ഓരോ കറികളൊക്കെ അവർ ടേസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വിളമ്പുന്ന കറികൾ കൂടുതൽ ക്വാണ്ടിറ്റി വല്യച്ഛന് വിളമ്പുമ്പോൾ അതിന് ചെറിയൊരു അസൂയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് 2 കറി വേണമെന്നൊക്കെ. അവളുടെ ഏറ്റവും വലിയ നമ്പറാണ് 2. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവളവിടെ ഇരിക്കുന്നത്. ഓ ശർക്കര ചിപ്സ് സൂപ്പർ.
ഭക്ഷണമൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ പിന്നെ ഭക്ഷണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള സൂപ്പറാന്ന് പറയുന്നത് അവളുടെ എപ്പോഴുള്ള ഒരു ഹാബിറ്റാണ്. അതൊരു നല്ല ഹാബിറ്റായിട്ടാണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് അവളെ. അപ്പോൾ അവൾ ഭക്ഷണം കഴിച്ച് സൂപ്പറാന്നൊക്കെ പറഞ്ഞു. പിന്നെ ദേ വല്യമ്മയും അമ്മയും കൂടെ ദേ പപ്പടവും പഴമൊക്കെ വെച്ചിട്ട് വിളമ്പി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വല്യച്ഛനും വന്നു. അപ്പാപ്പൻ്റെ സ്വർണം ആരാണ് സ്വർണം? അപ്പാപ്പൻ്റെ സ്വർണ്ണം കെട്ടിയോടി കാലൊക്കെ നേരെയാക്കടാ, മടക്കി വെക്കണ്ട. ശരി, അങ്ങനെ ഇരിക്കട്ടെ. എത്തല്ലേ എത്തില്ലേ കുട്ടിക്ക് എത്തില്ല ആട്ടി വെച്ചിട്ട് കൊടുക്കണ്ട്. ഇപ്പൊ എത്തുണ്ടോ? കഴിക്ക് അങ്ങനെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് അവൾ സദ്യ കഴിക്കുന്നത്. അവൾക്ക് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. ഒരുപാടൊന്നും കഴിക്കുന്നില്ല. അവൾ ഓൾറെഡി നേരത്തെ ആപ്പിളൊക്കെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് അവൾ അധികം വിശപ്പൊന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൾ പായസം കഴിക്കാനായിട്ട് തുടങ്ങി. ന്യൂഡിൽസാന്ന് പറഞ്ഞിട്ടാണ് സേമിയ പായസം കഴിക്കുന്നത്. അവൾക്ക് ന്യൂഡിൽസ് ഇഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അധികം കൊടുക്കാറില്ല. അതുകൊണ്ട് അതിങ്ങനെ കാണുമ്പോൾ സേമിയ കാണുമ്പോൾ ന്യൂഡിൽസാന്ന് പറഞ്ഞിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്യച്ഛനൊക്കെ എണീറ്റ് കഴിച്ച് പോയി. പിന്നെയും ജാനക്കുട്ടിനെ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വല്യച്ഛന് പകരം വല്യമ്മ വന്നിരുന്നു അവൾക്ക് കാവലായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ജാനക്കുട്ടിയൊക്കെ എണീപ്പിച്ച ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. അബേട്ടനാണ് ഇരുന്നത്. അബേട്ടനും അമ്മയും വല്യമ്മയും ഞാനും കൂടിയിട്ടാണ് ഇരുന്നത്. അച്ഛനപ്പോൾ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കുട്ടികളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെയാണ് അച്ഛൻ ഇരുന്നത്. പക്ഷേ അവർ വന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോഴേക്കും ജാനക്കുട്ടി ചെറിയൊരു വാശിയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സദ്യയുടെ കറികൾ. പുളിയിഞ്ചി ഉണ്ട്, ശർക്കര ഉപ്പേരി, ചിപ്സ്, പിന്നെ ദേ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, പിന്നെ നേന്ത്രക്കായ, എരിശ്ശേരി, അതുപോലെ മത്തൻ ഓലൻ, പിന്നെ ഇത് കൂട്ടുകറിയാണ്. പിന്നെ ഉള്ളത് പയറുപ്പേരി, നാടൻ പയറുപ്പേരി ഉണ്ട്. പിന്നെ വെള്ള അവിയൽ, നമ്മളുടെ പാലക്കാട് കൂടുതലും വെള്ള അവിയൽ ഉണ്ടാക്കുക. പിന്നെ ഇഷ്ടു, പിന്നെ മസാലക്കറി, പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാറായിരുന്നു. അപ്പോൾ അബേട്ടൻ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുമായിരുന്നു, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് കഴിക്കോ ബേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് കഴിച്ചിട്ട് അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അബേട്ടനും സദ്യ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റുള്ള സദ്യ ആയിരുന്നു. പിന്നെ നമുക്ക് രസം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ മോരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് നമ്മുടെ സദ്യ. പിന്നെ നമുക്ക് പായസം, 2 പായസം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സേമിയ പായസവും അതുപോലെ തന്നെ പരിപ്പ് പ്രഥമനും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പരിപ്പ് പ്രഥമൻ. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നു. അമ്മയും വല്യമ്മയും ജാനിക്കുട്ടിയും അതുപോലെ തന്നെ അബേട്ട എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഞാൻ വന്നിട്ട് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ആളങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയപ്പോൾ ജാനിക്കുട്ടി ഇട്ട പൂക്കളം മുഴുവൻ അലങ്കോലാക്കി അതൊക്കെ തലയിലൊക്കെ എടുത്തിട്ട് ഇതാവുന്നുണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.